സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഒരു വിധി DY ചന്ദ്രചൂഡിന്റെ മേൽനോട്ടത്തിലുള്ള ബെഞ്ച് പ്രസ്താവിച്ചു. ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെ ശ്രദ്ധ പതിച്ചിരുന്നതാണ്. അവിടെ കോൺഗ്രസ് AAP സഖ്യത്തിന് 20 പേരും 20 സീറ്റ് ലഭിച്ചു. BJPക്ക് 16 സീറ്റ് ലഭിച്ചു. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് AAP സഖ്യത്തിന്റെ ആള് മേയറാകണം. എന്നാൽ BJP അവിടെ സ്വീകരിച്ച തന്ത്രം അവിടുത്തെ ഭരണാധികാരി 8 പേരെ ഡിസ്ക്വാളിഫൈ ചെയ്തു. 8 ബാലറ്റ് പേപ്പർ അസാധുവാക്കി. ആ ബാലറ്റ് പേപ്പർ ഓരോന്നോരോന്ന് പരിശോധിച്ചിട്ട് ആ ഭരണാധികാരി 8 പേപ്പറിൽ ഇൻടു മാർക്ക് ചെയ്തു. ഒരു ബാലറ്റ് പേപ്പറിലെ ഒരാള് അതിൽ എഴുതുകയോ അതിൽ എന്തെങ്കിലും എറേസ് ചെയ്യുകയോ അതിൻ്റെ രൂപം മാറ്റുകയോ ചെയ്യാൻ പാടില്ലെന്ന് ഒരു അലിഖിത നിയമമുണ്ട്. ആ ഭരണാധികാരി അത് ലംഘിച്ചു. 8 പേരെ അസാധുവാക്കിയ 8 പേരുടെ പേപ്പറിൽ ഇൻടു മാർക്ക് അടയാളം ചെയ്തിട്ട് BJP അവിടെ വിജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. BJPയുടെ മേയർ സെൻകുമാർ കഴിഞ്ഞ ദിവസം മേയറായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇതിനെതിരായിട്ടാണ് സുപ്രീം കോടതിയിലെ കേസ് ഫയൽ ചെയ്തത്. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനം ചീഫ് ജസ്റ്റിസ് നടത്തി. കാരണം അദ്ദേഹം അത് മുഴുവൻ പരിശോധിച്ചു. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും വോട്ടിങ്ങിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും പരിശോധിച്ചു. അതിനുശേഷം വോട്ട് ഓരോന്നും പരിശോധിച്ചു, ബാലറ്റ് പേപ്പറും പരിശോധിച്ചു. ഒരു കാരണവശാലും 8 പേരെ അസാധുവാക്കാൻ കഴിയില്ല എന്ന് കോടതി കണ്ടെത്തി. അതോടൊപ്പം ആ ഭരണാധികാരിക്കെതിരായിട്ട് നടപടി സ്വീകരിക്കണമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഭരണാധികാരിയെ കർശനമായ നടപടി അയാൾക്കെതിരെ ഉണ്ടാകണം. ഇന്ത്യയിലെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ കൂട്ടുന്ന ആളാണ് ആ ഭരണാധികാരി. സുപ്രീം കോടതി അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അവിടുത്തെ മേയറായി സത്യപ്രതിജ്ഞ ചെയ്ത് ഒരാഴ്ചയോളം ഭരിച്ച ആള് പെട്ടെന്ന് രാജിവെച്ചു. സുപ്രീം കോടതിയുടെ നീക്കം എന്താണെന്ന് മനസ്സിലായി BJPക്ക് വലിയൊരു തിരിച്ചടിയാണ് ഇക്കാര്യത്തിൽ ലഭിച്ചത്. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നത് സത്യമായ തെരഞ്ഞെടുപ്പ്, ജനാധിപത്യ തെരഞ്ഞെടുപ്പിന്റെ അകത്ത് ചില വിള്ളലുകളുണ്ടാക്കി അല്ലെങ്കിൽ അതിൻ്റെ ബാലറ്റ് പേപ്പറിൽ ചില പോറലുണ്ടാക്കി അത് അസാധുവാക്കുന്ന ഒരു നടപടി ഇന്ത്യയിൽ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിശക്തമായ നടപടിയൊന്നും ഇതുവരെ വന്നില്ല. സുപ്രീം കോടതിയിൽ അല്ലെങ്കിൽ അതുപോലുള്ള കോടതികൾ, ഹൈക്കോടതികളിൽ ഇങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചു എന്ന് പറഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിയിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് പതിവ്. അതിനകത്ത് കൃത്രിമം കാണിച്ചവരും അവരെല്ലാം രക്ഷപ്പെടുകയാണ് ഇന്ത്യയിൽ കാണുന്നത്. ഇപ്പൊ അത് നടന്നില്ല. അവിടുത്തെ മേയർ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെ ശ്രദ്ധ പതിഞ്ഞതാണ്. അവിടെ ഒരു കാരണവുമില്ലാതെ 8 വോട്ട് അസാധുവാക്കിയിട്ട് 16 പേര് മാത്രം ഉണ്ടായിരുന്ന BJP അവിടെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടതായി ആ തെരഞ്ഞെടുപ്പിലെ അവിടുത്തെ ജൂറി അല്ലെങ്കിൽ ഒരു സ്പീക്കറുടെ ഒരു പോസ്റ്റ് നിർവഹിച്ച അയാള് ഇന്ത്യൻ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തെന്ന അർത്ഥത്തിൽ തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞത്. അയാൾക്കെതിരായിട്ട് ക്രിമിനൽ നടപടി ഉണ്ടാവും, ക്രിമിനൽ കേസ് ഉണ്ടാവും. ഭരണാധികാരിയായിരുന്ന BJP നേതാവ് അനിൽ മസിക്കെതിരെയാണ് നടപടി വരാൻ പോകുന്നത്. ഏതായാലും അതിന് കേസ് രജിസ്റ്റർ ചെയ്യും, അയാളെ പ്രോസിക്യൂട്ട് ചെയ്യും, അയാളെ അറസ്റ്റ് ചെയ്യും, അയാളെ റിമാൻഡ് ചെയ്യും. കാരണം സുപ്രീം കോടതിയാണ് അത് നിരീക്ഷിച്ചത്, ഒരു സാധാരണ കോടതിയല്ല. സുപ്രീം കോടതി അതിൻ്റെ ഓരോ സ്റ്റെപ്പും നിരീക്ഷിച്ച് ആ വോട്ടെടുപ്പിന്റെ ഓരോ കാര്യങ്ങൾ, ഓരോ ബാലറ്റ് പേപ്പറും സുപ്രീം കോടതി പരിശോധിച്ചെന്നാണ് ഈ കേസിന്റെ പ്രത്യേകത. എന്തായാലും പുതിയ മേയറെ അവിടെ തെരഞ്ഞെടുത്തു. പുതിയ മേയർ AAPയുടെ മേയർ അധികാരം ഏറ്റെടുത്തു. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ ഏതായാലും സുപ്രീം കോടതി അനുവദിച്ചില്ല. ആ തെരഞ്ഞെടുപ്പിന് എന്താണ് അസാധുത്വം എന്ന് സുപ്രീം കോടതി ചോദിച്ചു. അതിനകത്ത് ഒരു തെറ്റുമില്ലായിരുന്നു ആ തെരഞ്ഞെടുപ്പിന്. ആ ഭരണാധികാരി ആ ബാലറ്റ് പേപ്പർ ക്യാൻസൽ ചെയ്തതിൽ ഒരർത്ഥവുമില്ല, ഒരു ബേസുമില്ല. എന്തായാലും അതിശക്തമായ നടപടി ഇന്ത്യൻ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ തുനിഞ്ഞവർക്ക് എതിരായി ഉണ്ടായി തുടങ്ങി എന്നൊരു ശുഭതർക്കമായ കാര്യമാണ് നാം ഇപ്പം കേൾക്കുന്നത്.